സാക്ഷര കേരളത്തിൽ ഒരു വല്ലാത്ത വാർത്ത വരുന്നു. ആൺകുട്ടി ജനിക്കാനായി ഭർത്താവും ഭർത്തൃവീട്ടുകാരും നിർബന്ധിച്ചുവെന്ന് ആരോപിച്ച് യുവതി ഹൈക്കോടതിയെ സമീപിച്ചു. കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടെന്ന് കേൾക്കുന്നത് ഞെട്ടിപ്പിക്കുന്നുവെന്ന് കോടതിയും പ്രതികരിച്ചു. കുടുംബാരോഗ്യ ക്ഷേമ വകുപ്പ് അടക്കമുള്ള എതിർകക്ഷികളോട് ഹൈക്കോടതി നിലപാട് തേടി. പെൺകുട്ടി ജനിക്കരുതെന്നും ആൺകുട്ടി വേണമെന്നുമുള്ള തരത്തിൽ ഭർത്താവും ഭർത്തൃവീട്ടുകാരും നിർദ്ദേശം നൽകിയെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് കൊല്ലം സ്വദേശിനി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഭർത്താവിനും ഭർത്തൃവീട്ടുകാർക്കുമെതിരെ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയവുമായി ബന്ധപ്പെട്ട നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. നേരത്തെ കുടുംബാരോഗ്യക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥരെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇത്തരം സംഭവങ്ങൾ കേരളത്തിലും നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് അഭിപ്രായപ്പെട്ടു. തുടർന്ന് എതിർകക്ഷികളായ കുടുംബാരോഗ്യക്ഷേമ വകുപ്പിനോടുൾപ്പെടെ നിലപാട് തേടി. 2012 വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ആരോഗ്യമുള്ള ആൺകുട്ടി വേണമെന്ന തരത്തിൽ നിരന്തരം നിർദ്ദേശങ്ങളും മറ്റും ഭർത്താവും ഭർത്തൃവീട്ടുകാരും മുന്നോട്ട് വെച്ചു. പെൺകുഞ്ഞ് സാമ്പത്തിക ബാധ്യതയാണെന്നായിരുന്നു കുടുംബത്തിന്റെ നിലപാട്. പിന്നീട് 2014 യുവതിക്ക് പെൺകുഞ്ഞ് ജനിച്ചതിന് ശേഷവും ക്രൂരതകൾ തുടർന്നുവെന്നും ഹർജിക്കാരി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കുടുംബ കോടതിയിൽ ഉൾപ്പെടെ യുവതിയും ഭർത്താവും തമ്മിൽ നിരവധി കേസുകൾ തീർപ്പാക്കാനായി ഉണ്ടെന്നും ഹർജിക്കാരി കോടതിയെ അറിയിച്ചു. എസ് ശ്രീകാന്ത്, 24, കൊച്ചി.